ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം ലേണിംഗ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന മിഷൻ ഒളിമ്പ്യാഡ് സീരീസ് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇന്നൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള ബാക്കി സബ്ജക്റ്റിലൊക്കെ ഒളിമ്പ്യാഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റുകൾ ചാനലിൽ ഉണ്ടായിരിക്കും. സോ ഹയർ ലെവൽ എക്സാമുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി ഇത് കണ്ടിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്കും ഇതുപോലത്തെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്കൂളിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കണം. IITiansഉം NITiansഉം ഡോക്ടേഴ്സും ക്ലാസ് എടുക്കുന്ന സയൻസിലും മാത്തിലും എക്സാം ലേണിംഗ് നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്യുക. അതിനുവേണ്ട നമ്മുടെ ഒഫീഷ്യൽ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സോ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പലപ്പോഴും 9th നോർമലി കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കാറുള്ളത്. പക്ഷെ ഒരു ഒളിമ്പ്യാഡിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം 8th തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിന്തിച്ച് തുടങ്ങണം. സോ നിങ്ങൾ 7th-ലും 8th-ലും ഒക്കെ ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി ഒക്കെ. അപ്പൊ അതിനെ ആ ഒരു ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ VT ഗ്രാഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 5 seconds വിൽ ബി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. അതിൽ നിന്നും നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ 8ലും 7ലൊക്കെ ആയിട്ട് തന്നെ 2 ടൈപ്പ് ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസും. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്ടർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വെക്ടർ ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി, ഫോഴ്സ്, ഇതിനൊക്കെ പലപ്പോഴും ചിലപ്പോൾ ആൻസർ പ്ലസ് എന്നുള്ള രൂപത്തിൽ പോസിറ്റീവായിട്ട് കിട്ടാം. ചിലപ്പോൾ ആൻസർ നെഗറ്റീവിൽ കിട്ടാം. കാരണം നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു -10 ന്യൂട്ടൺ എന്നൊക്കെ കണ്ടാൽ അതിന്റെ മീനിങ് 10 ന്യൂട്ടൺ ആ ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും മൈനസ് അതിന്റെ ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണിത്. അപ്പൊ വെലോസിറ്റി ഇതാ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ നിന്നാണ്? 40ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 40ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് 2 സെക്കൻഡ് ആകുമ്പോൾ അത് എവിടെ എത്തി? അത് 20ൽ എത്തിയിട്ടുണ്ട്. പിന്നെ അത് കോൺസ്റ്റന്റ് ആണ് കുറച്ച് സമയം. പിന്നെ അത് 0ൽ എത്തുന്നുണ്ട്. പിന്നെ താഴേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് ഓഫ് കോഴ്സ് വെലോസിറ്റി വെക്ടർ ആണ്. അപ്പൊ അതിന് നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ? ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ഗ്രാഫിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏരിയ ഓഫ് ദിസ് ഗ്രാഫ് ആണ്. അപ്പൊ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ കാണാം അല്ലെ. ഈ ഒരു കാണുന്ന ഗ്രാഫ് ഈ ലൈനിലെ ഈ ഒരു ഗ്രാഫുമായിട്ട്, ഈ ഒരു എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഈ ഒരു ലൈനുമായിട്ട് ഈ കാണുന്ന പെർട്ടിക്കുലർ ലൈൻ ഉണ്ടാക്കുന്ന ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു ട്രയാങ്കിൾ അവിടെ ഉണ്ട്. ആ ട്രയാങ്കിൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതിന്റെ താഴെ തന്നെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാം ഈസിലി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? പിന്നെ വീണ്ടും തീർന്നില്ല. പിന്നെ ഒരു ട്രയാങ്കിൾ വീണ്ടും ഉണ്ട്. ആ ഒരു ട്രയാങ്കിൾ ഇട്ടത് മാത്രമല്ല, താഴെ നെഗറ്റീവ് സൈഡിലേക്ക് മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ഇതിലുണ്ട്. അപ്പൊ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഡിഫറെന്റ് ഏരിയാസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സംശയം തോന്നുകയാണ്, സർ ഈ ഒരു ലാസ്റ്റത്തെ ട്രയാങ്കിൾ നെഗറ്റീവ് സൈഡിലല്ലേ ഉള്ളത്, അതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണോ അതോ പോസിറ്റീവായിട്ട് എടുത്താൽ മതിയോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നിയേക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. മാഗ്നിറ്റ്യൂഡുകൾ മാത്രം ആഡ് ചെയ്താൽ മതി. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ കാണുന്ന ഡിഫറെന്റ് പീസുകളുടെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ ആൻസറിലേക്ക് എത്തും. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു ചോദിച്ചതെന്നുണ്ടെങ്കിൽ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോസിറ്റീവ് ഭാഗത്തുള്ള ഏരിയ ഒക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് സൈഡിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളുടെ ഏരിയ നെഗറ്റീവ് ആയിട്ടും എടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുഴുവൻ ഏരിയാസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ആദ്യം തന്നെ ആ ഒരു ട്രയാങ്കിളുടെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ½ BH ആണ് അല്ലെ. ട്രയാങ്കിളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ½ BH ആണ്. ഹാഫ് ഇൻറ്റു അതിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനാണ് അതിന്റെ ബേസ്. അത് എത്രയാണ്? അത് എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക. 0 മുതൽ 2 വരെയാണ് ഈ ആദ്യത്തെ കുഞ്ഞു ട്രയാങ്കിളിന്റെ ബേസ്. അത് 2 seconds ആണ്. സോ ½ ഇൻറ്റു 2 ഇൻറ്റു ഇനി ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമ്മുടെ വെലോസിറ്റി ആക്സിസിലാണ് ഹൈറ്റ് കിടക്കുന്നത്. അത് 20 മുതൽ 40 വരെയാണ് ഹൈറ്റ് ഉള്ളത്. അപ്പൊ ഈ ഡിഫറൻസ് എത്രയാണ്? 40 - 20 അഥവാ 20 തന്നെ. സോ ആദ്യത്തെ ഏരിയ നമുക്ക് കിട്ടി 20 ആണെന്ന് കിട്ടി. ഓക്കെ, 20 മീറ്റർ ആണ് ആദ്യത്തെ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം?
ഇതേപോലെ നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഈ ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ റെക്ടാങ്കിളിൽ നിങ്ങൾ നോക്കുക, റെക്ടാങ്കിളിന്റെ ലെങ്ത് 3 ആണ്, അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് 0 ആണ്. ഈ സെന്ററിലുള്ള ലൈന് എല്ലാവർക്കും അറിയാം, ഒറിജിനിൽ ടച്ച് ചെയ്യുന്ന ലൈന് 0 ആണ്. 0 മുതൽ 20 വരെയാണ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, സോ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ, അപ്പൊ നമുക്ക് എത്ര എഴുതാം? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് 3 ആണ്, മറ്റത് എത്രയാണ്? 20 ആണ്. സോ 60 മീറ്റർ ആണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എത്രയാണ്? 60 മീറ്റർ ആണ്. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ നമുക്ക് 20 കിട്ടി, അടുത്തത് എത്ര കിട്ടി? അടുത്തത് 60 കിട്ടി. ഡിസ്റ്റൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്, അത് മറന്നു പോകണ്ട. ഓക്കെ, ഇനി ഞാൻ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള എന്തിലേക്ക് പോകാം? ഗ്രീൻ കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ട്രയാങ്കിളിലേക്ക് പോകാം. ആ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 3 to 4 അല്ലെ? ആ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 3 to 4 ആ ഒരു ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ 4 - 3 1 ആണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റോ നമ്മുടെ റെക്ടാങ്കിളിന്റെ സെയിം ബ്രെഡ്ത്ത് തന്നെയാണ് ആ ഒരു ഗ്രീൻ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതും, അത് 20 ആണ്. സോ 20 ആണ് അതിന്റെ ഹൈറ്റ്, ബേസ് 1 സെക്കൻഡ് ആണ്. സോ അതിന്റെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ, ഗ്രീൻ ഷെയ്ഡിലുള്ള ആ ട്രയാങ്കിളിന്റെ ഏരിയ എത്ര വരും? ഗ്രീൻ ഷെയ്ഡിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് 1 സെക്കൻഡ് ആണ്, അതുപോലെ ഹൈറ്റ് 20 ആണ്. സോ ദാറ്റ് ഇസ് 10 മീറ്റർ. 10 മീറ്റർ ആയിരിക്കും ഇതിന്റെ ഏരിയ. 10 മീറ്റർ ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ, മീറ്റർ കൂടെ കിട്ടാനുള്ള കാരണം എന്താ അറിയോ? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റിയും അതേപോലെ തന്നെ ടൈമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററിലാണ് ആൻസർ കിട്ടുക. ഓക്കെ, സാധാരണ നിങ്ങൾ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏരിയ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടാറുള്ളത്? മീറ്റർ സ്ക്വയർ ആണ് ഏരിയ കിട്ടാറുള്ളത് അല്ലേ? അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് മീറ്ററിൽ ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ബ്ലൂ കളറിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിച്ചാൽ ഫൈനൽ ആൻസർ ആയി. അത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് -20 ആണ്, ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് എത്രയാണ്? 4 മുതൽ 5 വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 5 - 4 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ്. ആ ട്രയാങ്കിളിന്റെ ഹൈറ്റോ? ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് -20 ആണ്. പക്ഷേ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ 20 ആയിട്ട് എടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഏരിയ ഓഫ് ലാസ്റ്റ് ട്രയാങ്കിൾ, അവസാനത്തെ ആ ട്രയാങ്കിളിന്റെ ഏരിയ അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, ഹൈറ്റ് എത്രയാണ്? 20 തന്നെ. സോ അഗെയിൻ 10 മീറ്റർ. സോ ടോട്ടൽ അപ്പൊ എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ ഫൈനൽ ആൻസർ. സോ ടോട്ടൽ ഇസ് ഈക്വൽ ടു, യെസ്. സോ ഫൈനലി നമ്മുടെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ ട്രയാങ്കിളിന്റെ എത്രയാണ്? 20 മീറ്റർ ആണ്. അത് കഴിഞ്ഞ് വലിയൊരു റെക്ടാങ്കിൾ വന്നു, അതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 60 ആണ്. പിന്നെ ഈ 2 കുഞ്ഞു ട്രയാങ്കിൾസിന്റെയും രണ്ടും 10 ഈച്ച് ആണ് അല്ലെ? 2 ചെറിയ ട്രയാങ്കിൾസിന്റെ രണ്ടും 10 വീതമാണ്. സോ അത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. സോ 10 + 10 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 6 + 2 8, 8 + 2 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 മീറ്റർ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുക. 100 മീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? 100 മീറ്റർ ആണ് ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഈ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആൻസറിൽ കിട്ടുക 100 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു ഇവിടെ ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ ബ്ലൂ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ -10 ആണല്ലോ ഇപ്പൊ കിട്ടിയത്, അപ്പോൾ -10 ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ആൻസർ ഇതാ 20 + 60 + 10 -10 എന്ന് വരും. ആ 10ഉം 10ഉം നമുക്ക് മൈനസ് ചെയ്ത് 0 ആയി പോയിട്ട് ബാക്കി 80 എന്നുള്ള ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു ചോദിച്ചതെന്നുണ്ടെങ്കിൽ 80 മീറ്റർ ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഹയർ ലെവലാണ്. 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കാണുക, നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് മുഴുവൻ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് ഇതുപോലത്തെ ഹയർ ലെവൽ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും ആലോചിക്കാനും നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എക്സാൻവേ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. അതിനുള്ള നമ്പേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഈ ഒരു സീരീസിലുള്ള ബാക്കി 3 സബ്ജക്റ്റിലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാത്തിലെയും മിഷൻ ഒളിമ്പ്യാഡ് സീരീസിൽ പോയിട്ട് എല്ലാ വീഡിയോസും കാണുക. നിങ്ങളുടെ ഇതുപോലത്തെ സയൻസും മാത്സും ഇഷ്ടമുള്ള എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.